ബഹുമാന്യരായ ഉസ്താദുമാരെ, സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സുദിനത്തിൽ ഒരു കൊച്ചു കഥാപ്രസംഗ രൂപേണ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ അവതരിപ്പിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എന്റെ കഥയുടെ പേര് സംസാരിച്ച ഖബർ. ബഹുമാന്യരായ ശ്രോതാക്കളെ, നിങ്ങളുടെ ശ്രദ്ധ അങ്ങനെയുള്ള മദീനയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മദീനയിലാണ് ഞാൻ ഈ പറയുന്ന കഥ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മകൾ ഫാത്തിമ വല്ലാത്ത വിഷമത്തിലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാളനയിലായിരുന്നു ഫാത്തിമയുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവി അധികവും മൗനിയായിരുന്നു. മാത്രമല്ല, കാണുന്നവരോടൊക്കെ പറയുമായിരുന്നു, മരണം അടുത്തന്റെ ഫാത്തിമ ബീവി പറയും മൗത്തിന്റെ ചിന്തയിൽ എന്നും ബീവി കഴിയുന്നേ. മനസ്സിൽ പിതാവിന്റെ ചിന്തയേറെ നിറയുന്നേ. മഹദി ദുആ ചെയ്യാൻ എല്ലാരോടും പറയുന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മരണസമയത്ത് തേങ്ങിക്കരയുന്ന ഫാത്തിമയെ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോളെ, നീ കരയണ്ട. നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇനി ആദ്യം മരിക്കുക നീയാണ്. നീ അടുത്തു തന്നെ എന്റെ സമീപത്തെത്തും. നബിയുടെ വഫാത്തിന് ശേഷം തഖ്വയുടെ നിറകുടമായിരുന്ന ഫാത്തിമയുടെ ജീവിതത്തിന് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. തന്റെ മരണ ദിവസം ഫാത്തിമ രാവിലെ മക്കളെ വല്ലാതെ ലാളിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവായ അലി ചോദിച്ചു, ഫാത്തിമ, എന്താണ് ഇത്ര വലിയ സന്തോഷം? എനിക്കൊരു യാത്രയുണ്ട്. ആ യാത്ര ചിലപ്പോൾ എന്നാകാനും മതി. ഇനി എനിക്കെന്റെ മക്കളെ ലാളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ? പ്രസ്തുത വാക്ക് കേട്ട് അലി റളിയല്ലാഹു അൻഹു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. യാത്രക്കായി 2 ഒട്ടകങ്ങളെ ഞാൻ തയ്യാറാക്കുകയും ചെയ്യാം. അലിയുടെ വാക്കിന് ഫാത്തിമ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ യാത്രയിൽ നിങ്ങൾ വേണമെന്നില്ല. കാരണം യാത്രയുടെ അവസാനം ചെന്നെത്തുന്ന വാസസ്ഥലം വിശാലമല്ല, അത് കുടുസായതാണ്. 2 പേർക്ക് കിടക്കാൻ പ്രയാസമായി വരും. ഫാത്തിമയുടെ വാക്ക് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, ഒറ്റയ്ക്ക് പോണ്ട നീയേ, അപ്പൂതി മനസ്സിൽ വെച്ചോ നീയേ. 2 പേർക്കും ഒരുമിച്ച് പോകാം, കണ്ട് നടക്കാമാ നല്ല ലോകം. ബീവിയൂരത്തന്റെ പൊൻകനിയേ, ആവി കടക്കാത്തതിൽ തനിയേ. പൂവി ഇവളും ചെന്ന് വസിക്കാം, ചാവിയില്ലാത്ത വീട്ടിൽ ശരിക്കായി. ഫാത്തിമ പറയുന്ന വീട് ഖബറാണെന്ന് അലിക്ക് നന്നായി അറിയാം. എന്നിരുന്നാലും അറിയാത്ത മട്ടിലായിരുന്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ സംസാരം. ഫാത്തിമ, നീ ഇപ്പോഴൊന്നും യാത്രക്ക് പുറപ്പെടണ്ട. കാരണം എനിക്ക് തനിച്ചാകാൻ കഴിയില്ല. നിന്റെ സാന്നിധ്യമാണ് എൻ്റെ സന്തോഷം. നിന്റെ വാമൊഴികളാണ് എൻ്റെ ഉന്മേഷം. നിന്റെ പുഞ്ചിരിയാണ് എൻ്റെ ആശ്വാസം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിന് ഫാത്തിമ പറഞ്ഞ മറുപടി, ഞാൻ യാത്രക്ക് തീരുമാനിച്ചു കഴിഞ്ഞു, അങ്ങ് ക്ഷമിക്കുക എന്നായിരുന്നു. ശ്രോതാക്കളെ, അലി പിന്നീട് ഒന്നും മിണ്ടാതെ മദീന പള്ളിയിലേക്ക് ഇറങ്ങി നടന്നു. അലി റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോയതിനു ശേഷം ഫാത്തിമ തന്റെ മക്കളുടെ മുടിയെല്ലാം ചീകി മിനുക്കി പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കെന്താണാവോ വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് പോയി കിടക്കട്ടെ. എന്നെ വിളിക്കരുത്. എനിക്ക് നന്നായൊന്ന് ഉറങ്ങണം. ഫാത്തിമ ഉറങ്ങാൻ പോയ സമയം അസ്മാ ബീവി ചിന്തിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാത്ത ലോകം, എത്ര വിരഹമാണ്. എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാകുമ്പോൾ ഫാത്തിമയുടെ അവസ്ഥ എന്തായിരിക്കും? അസ്മാ ബീവി പെട്ടെന്ന് ചിന്തയിൽ നിന്ന് നടന്നു. ഫാത്തിമ ബീവി ഉറങ്ങാൻ പോയിട്ട് കുറെ നേരമായല്ലോ.
ഒന്ന് ചെന്ന് വിളിച്ചു നോക്കാം. വിളിക്കുന്നത് അദബ് കേടാണെന്നറിയാം, എങ്കിലും വിളിക്കാം. ഫാത്തിമ, മോളെ ഫാത്തിമ. പക്ഷേ ഫാത്തിമ വിളി കേട്ടില്ല. വീണ്ടും വീണ്ടും വിളിച്ചു. ഇല്ല, ഫാത്തിമ മിണ്ടുന്നില്ല. എന്താണ് കാരണം? മരിച്ചു, ഫാത്തിമ മരിച്ചു. പ്രിയപ്പെട്ട അഹ്ലോരെ മുഴുകയും വെടിഞ്ഞിട്ട് ഫാത്തിമ ബി യാത്രക്കായി ഉറച്ചു. നല്ല ഖബറെന്ന ഭവനത്തിൽ ചെന്നുടനെ കിടക്കുവാൻ കൺമണിയും കുടുംബത്തെ പിരിച്ചു. കൺമണിയും കുടുംബത്തെ പിരിച്ചു. മണിക്കൂറുകൾ കൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടി ഫാത്തിമ ബീവിയുടെ ജനാസ കുളിപ്പിച്ചു, കഫം ചെയ്തു. നിറയാത്ത കണ്ണുകളില്ല, വേദനിക്കാത്ത മനസ്സുകളില്ല, വിതുമ്പാത്ത ചുണ്ടുകളില്ല. എല്ലാ മുഖങ്ങളിലും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. ധീരനായ അലിയുടെ നയനങ്ങൾ അസുർഗണങ്ങളായി മാറിയിരിക്കുന്നു. മക്കളായ ഹസനും ഹുസൈനും തേങ്ങി തേങ്ങി കരുകയാണ്. വല്ലാത്തൊരു മൂകത ഫാത്തിമയുടെ വീട്ടിൽ തളം കെട്ടി നിൽക്കുന്നു. മരണ വാർത്ത കേട്ട് ആയിരങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. കരഞ്ഞിടുന്നു ജനങ്ങളെല്ലാം, കൂടിയോർ പറഞ്ഞിടുന്നു ഇനിയാരെന്ന് പിരിഞ്ഞുവല്ലോ. കരളാം മോള് കാണുവാൻ ഇനിയാരുണ്ട്? ഇവർക്ക് നാളെ റസൂലുള്ളാഹി. പിരിഞ്ഞ ശേഷം ഫാത്തിമ റളിയല്ലാഹുനെ തളർത്തു മനം. നിറഞ്ഞ ദുഃഖം കുറേശ്ശെ പോയി, ഇപ്പോൾ പതിഞ്ഞ് പോയി വിരഹമേറെ. അതാ ഫാത്തിമ ബീവിയുടെ ജനാസയും വഹിച്ച് ആയിരങ്ങൾ മദീനയിലെ ഖബർസ്ഥാനിലേക്ക് നീങ്ങുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഖരിതമാകുന്നു. മദീനയിലെ മൺതരികൾ മാനവരുടെ കണ്ണീരാൽ നനഞ്ഞു കുതിരുകയാണ്. പറവകൾ പറക്കൽ നിർത്തി, മൃഗങ്ങൾ കുടിക്കൽ നിർത്തി. സൂര്യൻ ഈ ദുഃഖം സഹിക്കവയ്യാതെ കാർമേഘത്തിനുള്ളിൽ മുഖം പൂഴ്ത്തി. അതാ ഫാത്തിമക്കുള്ള ഖബർ പണി തീർന്നിരിക്കുന്നു. മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ജനാസ ഖബറിലേക്ക് ഇറക്കുകയാണ്. തത്സമയം ഇമാം ദറുൽ ഗഫാരി ഖബറിനോട് പറയുകയാണ്, ഖബറെ, നിനക്കൊരു സ്വഭാവമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നീ കൂടുമെന്നും മയ്യത്തിന്റെ വാരിയെല്ലുകൾ പൊട്ടിക്കുമെന്നും മാംസം പഞ്ഞി പോലെ ആക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖബറെ, ഇത് സാധാരണ മയ്യത്തല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര മകൾ ഫാത്തിമയുടെ മയ്യത്താണ്. നീ ഒരിക്കലും കൂടരുത്. ഫാത്തിമയുടെ വാരിയെല്ലുകൾ പൊട്ടിക്കരുത്. മാംസം പഞ്ഞി പോലെ ആക്കരുത്. ഫാത്തിമക്ക് സ്വസ്ഥമായി സ്വൈര്യമായി കിടക്കാൻ നീ അവസരമുണ്ടാക്കി കൊടുക്കണം. ഇത്രയും പറഞ്ഞപ്പോൾ ഫാത്തിമയുടെ ഖബറിൽ നിന്നും ഒരലർച്ചയുണ്ടായി. മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഖബർ സംസാരിച്ചു. പറഞ്ഞു, ഖബർ എനിക്കാരെയും പരിഗണനതയില്ല. നിറഞ്ഞു ദീനിൻ സ്നേഹമെങ്കിൽ അവരെ മറക്കുകയില്ല. കരഞ്ഞുടനെ വഫാരിയും തൻ വിറച്ചിടുന്നു ക്ഷണമിൽ. നിറഞ്ഞ ജനം അഖിലമെന്ന് ഭയന്നു വിറച്ചിടമിൽ. ഖബറിന്റെ അട്ടഹാസം മദീനയെ കിടിലം കൊള്ളിച്ചു. ജനാസയുടെ കൂടെ വന്നവർ പേടിച്ചു വിറച്ചു. ഹേയ്, ഇമാം ദറുൽ ഗഫാരി, ഫാത്തിമയുടെ മയ്യത്താണെന്ന പൗറ് എന്നോട് പറയണ്ട. എനിക്കാരുടെ മയ്യത്താണെങ്കിലും പ്രശ്നമില്ല. എന്റെ നോട്ടം ഖൽബിലേക്കാണ്. ജീവിതത്തിൽ നന്മകൾ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു നൽകിയ ആഫിയത്തും സമ്പത്തും ദീനിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ? ആഖിറത്തിന് വേണ്ടി വല്ലതും ബാക്കി വച്ചിട്ടുണ്ടോ?
ഇത് മാത്രമാണ് എന്റെ നോട്ടം. ഖബർ സംസാരം തുടരുകയാണ്. ഫാത്തിമയുടെ കൂടെ വന്നവർ ഇപ്പോൾ മ്ലാനതയിലാണ്. ഇങ്ങനൊരു രംഗം അവർ ചിന്തിച്ചിട്ട് പോലുമില്ല. അവരുടെ ചിന്തയെ തട്ടിമറിച്ചുകൊണ്ട് ഖബർ വീണ്ടും പറഞ്ഞു, ധിക്കാരികളെ ഞാനും ഹക്കാണു ഉപദ്രവിക്കും, പക്കത്തിൽ എത്തിയാൽ തന്നെ ഹക്കായവന്റെ വിധിയൊക്കെ നടത്തു ഞാനും തക്കത്തിൽ കേട്ടിടുവന്നേ. പെട്ടെന്ന് കൂടിയോലെ പൊട്ടി മനം അഖിലം തിട്ടം ഗ്രഹിച്ചു പലരും, പൊട്ടിക്കറഞ്ഞിടുന്നു ഞെട്ടി തരിച്ചിടുന്നു വിട്ടോടുന്നു ചിലരും. ഈ സംഭവം മദീനയിൽ മാത്രമല്ല, ലോകത്തിന്റെ മുക്കിലും മൂലയിലും സംസാര വിഷയമായി മാറി. കേട്ടവർ തരിച്ചുപോയി. മാത്രമല്ല, ജനങ്ങളിൽ മരണഭീതി അധികരിച്ചു. പലരും തക്കുവയുടെ ഉറവിടങ്ങളായി മാറി. ചിലർ ദിവസങ്ങളോളം പേടിച്ച് പുറത്തിറങ്ങിയില്ല. മറ്റു ചിലർ ഖബർ കാണുമ്പോൾ കരയുകയും ചിലർ ബോധരഹിതരാകുകയും ചെയ്തു. ശ്രോതാക്കളെ, ഖബറിന്റെ ഭീകരതയെ അളക്കാനോ തൂക്കാനോ നമുക്ക് കഴിയില്ല. ഈ സന്ദർഭത്തിൽ എനിക്കൊന്നേ പറയാനാകൂ, നാം അള്ളാഹുവിനെ ഭയപ്പെടുക, ഖബറിനെ കുറിച്ച് ചിന്തിക്കുക, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക, കഴിവതും ജീവിതം ദീനീ ചിട്ടയിലാക്കുക. നാഥൻ തുടക്കട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഖബർ എന്ന ചരിത്ര കഥാപ്രസംഗത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.